Hi dear friends, it's me Muhammad Fasil. Welcome to a new video. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബികോം 5th സെമസ്റ്ററിലെ ബിസിനസ് റിസർച്ച് മെത്തഡോളജിയിലെ ഒരു ചാപ്റ്റർ ആണ് മെഷർമെന്റ് ആൻഡ് സ്കെയിലിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. മുമ്പ് ഉള്ള ചാപ്റ്ററുകളിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് മെഷർമെന്റ്, എന്താണ് സ്കെയിലിംഗ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ്. എന്താണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബേസിക്കലി നമുക്ക് പഠിക്കാനുള്ളത്. കമ്പാരിറ്റീവ്ലി നമ്മൾ പഠിക്കേണ്ടത് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് മെഷർമെന്റ് എന്നും സ്കെയിലിംഗ് എന്നും അതുപോലെ തന്നെ പ്രൈമറി സ്കെയിൽ ഓഫ് മെഷർമെന്റ് എന്നുള്ള കാര്യം കൂടിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കേണ്ട കാര്യം ഇതാണ്, എന്താണ് മെഷർമെന്റ്, എന്താണ് സ്കെയിലിംഗ് എന്നുള്ളത്. നമുക്കൊക്കെ അറിയാവുന്ന ഒരു ചോദ്യമാണത്. എന്താണ് മെഷർമെന്റ് എന്ന് ചോദിച്ചാൽ നമ്മളെ എക്കോണമിയിൽ നമ്മളൊരു റിസർച്ച് നടത്തുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരുപാട് ഡേറ്റാസ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഈ ഡേറ്റാസിനെ നമുക്ക് കിട്ടുന്ന, അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കിയിട്ട് ക്വസ്റ്റ്യനെയർ ത്രൂ നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ച് ഡേറ്റാസ് കളക്ട് ചെയ്യാണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ഡേറ്റ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യന് കൊടുക്കുന്ന ആൻസർ എന്ന് പറയുന്നത് ഓരോ ക്വസ്റ്റ്യനെയറും ഓരോ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ കൊടുക്കുന്നത് ചിലപ്പോൾ മൾട്ടിപ്പിൾ ആൻസേഴ്സ്, ചിലപ്പോൾ എസ്, നോ, അല്ലെങ്കിൽ എന്താണ് ഗുഡ്, വെരി ഗുഡ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളായിരിക്കും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഡേറ്റാനെ നമ്മൾ എന്ത് ചെയ്യണം, ക്വാണ്ടിറ്റേറ്റീവ്, എല്ലാ ഡേറ്റാസും എന്താവണമെന്നില്ല, ക്വാളിറ്റേറ്റീവ് ഡേറ്റ ആവണമെന്നില്ല. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഈക്വലൈസ് ചെയ്യുക എന്നുള്ളത്. മീൻസ് ക്വാളിറ്റേറ്റീവ് ഡേറ്റയെ എങ്ങോട്ട് മാറ്റുക, ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയിലേക്ക് മാറ്റുക എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്തിനെ പറയാം, മെഷർമെന്റ് എന്ന് പറയാം. അപ്പൊ മെഷർമെന്റ് മീൻസ് assigning the number or other symbols, assigning the number or other symbol to the characteristics of an object according to certain specified rules. ഇതാണ് അതിന്റെ സമ്മറി. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ എന്തെന്ന് പറയുന്നതും സ്കെയിലിംഗ് എന്ന് പറയുന്നതും. ചെറിയ വ്യത്യാസമുണ്ട് സ്കെയിലിംഗ് എന്ന് പറയുമ്പോൾ, അത് അളവിന്റെ കാര്യമാണ്. അപ്പൊ ഈവൻ എന്താണ് മെഷർമെന്റ് എന്ന് ചോദിച്ചാൽ നമ്പറുകളോ സിമ്പലുകളോ ആക്കി മാറ്റുന്നതാണ് നമ്മുടെ ഒരു ഒബ്ജക്റ്റിന്മേലുള്ള വൈകൻസെ ക്യാരക്ടറിനെ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എന്തെന്ന് പറയുന്നത്, മെഷർമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കുറച്ചും കൂടി ഡീപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, 1-to-1 correspondence between number and characteristics being മെഷേർഡ്. ഓക്കെ, എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന പറയുന്നത്. ഓക്കെ, എല്ലാത്തിനും എന്ത് ചെയ്യുക, ഒരു യൂണിഫോമിറ്റി അപ്ലൈ ചെയ്തിട്ട് എല്ലാത്തിനും ഒരു നമ്പർ. ഇപ്പോ 1 to 10, 1 to 100 എന്ന് പറയുന്ന നമ്പർ എടുക്കുകയാണെങ്കിൽ 1 എന്ന് പറയുന്ന നമ്പറിന് എ, രണ്ടാമത്തിന് ബി, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അസൈൻ ചെയ്ത് കൊടുക്കാം നമ്പറിന്. റൂൾ മസ്റ്റ് നോട്ട് ബി ചേഞ്ച് ഓവർ ദ ഒബ്ജക്ട് ആൻഡ് ടൈം. ഓക്കെ, ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളൊരു മെഷർമെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് x is equal to 1 അല്ലെങ്കിൽ x is equal to 2 എന്ന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ ഡേറ്റ എപ്പോഴും x എന്തായിരിക്കണം, 1 തന്നെ ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ y 2 തന്നെ ആയിരിക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, അതൊരിക്കലും മാറ്റാൻ പാടില്ല എന്നുള്ള ഒരു റൂളും കൂടി ഉണ്ട്. അപ്പൊ അതും കൂടി എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇനി ഞാൻ സ്കെയിലിംഗ് എന്താന്നുള്ളതും കൂടി പറയാം. സ്കെയിലിംഗ് എന്ന് പറയുന്നത് മെഷർമെന്റിനെ സൂചിപ്പിക്കുന്ന വേറൊന്നും, അല്ലെങ്കിൽ മെഷറിങ് സംതിങ്, ദാറ്റ് ഈസ് കാൾഡ് സ്കെയിലിംഗ്. ഏതെങ്കിലും ഒരു കാര്യം മെഷർ ചെയ്യുക. വായിച്ച് ഞാൻ പറഞ്ഞു 1 മുതൽ 100 വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്പർ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ നമ്പർ അലോട്ട് ചെയ്യുന്ന പ്രോസസ് ഉണ്ടല്ലോ, നമ്പർ അലോട്ട് ചെയ്യുന്നല്ലേ. എ എന്ന് പറയുന്ന ആൾക്ക് 1 എന്ന് പറയുന്ന നമ്പർ കൊടുക്കുന്നില്ലേ, 1 എന്ന് പറയുന്ന ആൾക്ക് എ എന്ന് പറയുന്നത്. ഇപ്പൊ മെസ്സി എന്ന് പറയുന്ന ആൾക്ക് 10 എന്ന് പറയുന്ന നമ്പർ നമ്മൾ അലോട്ട് ചെയ്യുന്നില്ലേ. അങ്ങനെ അലോട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ എന്തെന്ന് പറയുന്നത്, സ്കെയിലിംഗ് എന്ന് പറയുന്നത്. ഇമോഷൻസ് ഉണ്ട്, ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ഫെയ്ത്ത് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഡയറക്ട്ലി മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതായത് അത് എന്തുകൊണ്ടാണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ അല്ല, ക്വാളിറ്റേറ്റീവ് ഡേറ്റ. അപ്പൊ ആ ക്വാളിറ്റേറ്റീവ് ഡേറ്റനെ എന്തിലേക്ക് മാറ്റണം, ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയിലേക്ക് മാറ്റുക എന്നുള്ള, അങ്ങനെ മാറ്റുന്ന പ്രോസസ്സ് തന്നെയാണ് യഥാർത്ഥത്തിൽ എന്തെന്ന് പറയുന്നത്, സ്കെയിലിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ മാറ്റുന്ന പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രോസസ്. ക്ലിയർ?
മാറ്റുന്നതിനെ നമ്മൾ മെഷർമെന്റ്, മാറ്റുന്ന ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്കെയിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. Then measurement or scaling implies conversion of quantitative data into the qualitative data. See this, you should have to be remember this. Qualitative data ne quantitative data like convert cheya എന്നിട്ട് അത് measure cheya. This is called simply measurement and scaling. Okay ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. Okay, scaling is a procedure for determining the quantitative measures of abstract concept like leadership style, brand image, അതുപോലുള്ള കാര്യങ്ങൾ, അതായത് ഇമോഷൻസും മറ്റുള്ള കാര്യങ്ങളും വൈകൻസെ കണ്ടെത്താൻ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയിൽ അല്ലെങ്കിൽ അതിന്റെ കറക്റ്റ് മെഷർമെന്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ ആണ് സ്കെയിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ആ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. സോ കുറച്ചും കൂടി ഡീപ്പായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് ആൻ എക്സാമ്പിൾ ഐ വിൽ ഗിവ് യു ആൻ എക്സാമ്പിൾ ഫോർ യു. അതായത് നമ്മൾ 1 മുതൽ 100 വരെയുള്ള ആളുകളുടെ ആറ്റിറ്റ്യൂഡ് ഒരു കമ്പനിയിലുള്ള ഒരു കമ്പനി അല്ലെങ്കിൽ മാനേജ്മെന്റിനോടുള്ള ഈ 1 മുതൽ 100 വരെയുള്ള ആളുകളുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മൾ അളക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഈച്ച് റെസ്പോണ്ടന്റ് അസൈൻ എ നമ്പർ ഫ്രം 1 to 100 അല്ലെ. 1 മുതൽ 100 വരെയുള്ള വൈകൻസ് ഒരു നമ്പർ നമ്മൾ അവർക്ക് എന്ത് ചെയ്യണം, അസൈൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കുമ്പോ ഒന്നതാണ് നമ്മളെ പ്രോസസ് എന്ന് പറയുന്നു, 1 മുതൽ 100 വരെയുള്ള നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. രണ്ടാമത്തത് 1 എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഒന്നാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക, എക്സ്ട്രീംലി അൺഫേവറബിൾ ആണ്. അതായത് അവരെ ആറ്റിറ്റ്യൂഡ് അളക്കുമ്പോൾ അവർക്ക് 1 കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് അൺഫേവറബിൾ ആണ്. അവർക്ക് അലോട്ട് ചെയ്യുന്ന നമ്പർ ചുമ്മാ അലോട്ട് ചെയ്യൂല, അത് നമ്മൾ മെഷർ ചെയ്യും, അളക്കൂലേ. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ അലോട്ട് ചെയ്യുന്നത് 1 ആണെങ്കിൽ അത് അൺഫേവറബിളും 100 ആണെങ്കിൽ എക്സ്ട്രീംലി ഫേവറബിളും ആയിട്ട് നമ്മൾ എടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ മെഷർമെന്റ് എന്ന് പറയുന്നത് ഇതാണ്. This is a measurement. Measurement is the actual assignment of number from 1 to 100 to each respondent. അസൈൻ ചെയ്ത് കൊടുക്കുക 1 മുതൽ 100 വരെയുള്ള ആളുകൾക്ക് നമ്പർ ഓരോ വ്യക്തികൾക്കും എന്ത് ചെയ്യുക, അലോട്ട് ചെയ്ത് കൊടുക്കുക. അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുക എന്നുള്ള. 1 വന്നാൽ അയാള് തീരെ എന്തില്ല, താല്പര്യം ഇല്ല എന്നുള്ളതാണ് മാനേജ്മെന്റിനോട്. അതേ കേസിൽ 100 വന്നു കഴിഞ്ഞാല് നല്ല താല്പര്യമുള്ള ആളാണെന്നുള്ള, എക്സ്ട്രീംലി ഫേവറബിൾ ആണ് ആർക്ക്, മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യാം, ഓരോ ആളുകൾക്കും ഓരോരോ സ്യൂട്ടബിൾ ആയിട്ടുള്ള 1 മുതൽ 100 വരെയുള്ള നമ്പറുകളുടെ ഇടയിലുള്ള നമ്പറുകൾ അലോട്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത്. മെഷർമെന്റ് ഈസ് എ സിസ്റ്റമാറ്റിക് വേ ഓഫ് അസൈനിങ് നമ്പർ ഓർ നെയിം ടു ഒബ്ജക്ട് ആൻഡ് ദെയർ ആട്രിബ്യൂട്ട്സ്. ദിസ് ഇസ് ഇറ്റ്. സിസ്റ്റമാറ്റിക് വേ ആണ് എന്ത്, നമ്പറും നെയിമും ഒബ്ജക്റ്റുകൾക്കോ ആട്രിബ്യൂട്ടുകൾക്കോ അസൈൻ ചെയ്ത് കൊടുക്കുന്ന സിസ്റ്റമാറ്റിക് രീതിയെ നമ്മൾ മെഷർമെന്റ് എന്ന് വിളിക്കുന്നു. ഇറ്റ് ഈസ് ഈസി ടു അസൈൻ നമ്പർ ഇൻ റെസ്പെക്ട് ഓഫ് പ്രോപ്പർട്ടി, സം ഒബ്ജക്റ്റ് പ്രോപ്പർട്ടി ലൈക്ക് വെയിറ്റ്, ഹൈറ്റ് അല്ലെ. വെയിറ്റും ഹൈറ്റും ഒക്കെ നമുക്ക് പെട്ടെന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അളവ് എന്ന് പറയുന്നത്, മെഷർമെന്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റുകൾക്കും അവയുടെ ആട്രിബ്യൂട്ടുകൾക്കും അക്കങ്ങളെയോ പേരുകളെയോ നൽകാനുള്ള ചിട്ടയായ മാർഗമാണ് അളക്കല് എന്ന് പറയുന്നത്. ചില വസ്തുക്കളുടെ ഗുണവിശേഷങ്ങള്, ഭാരം, ഉയരം തുടങ്ങിയ സവിശേഷതകള്, വൈകൻസി എന്നിവയ്ക്കായി അക്കങ്ങൾ നൽകുന്നതിന് എളുപ്പമാണ്. കാരണം ഹൈറ്റും വെയിറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും. അല്ലാത്തത് നമ്മൾ അലോട്ട് ചെയ്യുക തന്നെ വേണം. ഓക്കെ, ഇനി എന്താണ് സ്കെയിലിംഗ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്ലേസിംഗ് ദ റെസ്പോണ്ടന്റ് ഓൺ എ continuum with respect to their attitude towards department stories. Okay, see, ഇതാണ് ഞാൻ പറഞ്ഞ എക്സാമ്പിൾസ്. സിംപ്ലി നമ്മൾ പറഞ്ഞു എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ കൊടുക്കുന്നില്ലേ, എന്താ പറയാ, 1 എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ട്രീംലി ഫേവറബിൾ എന്ന് കൊടുക്കുന്നില്ലേ. ഓക്കെ, അങ്ങനെ കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, സ്കെയിലിംഗ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമ്മൾ സ്കെയിലിംഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നല്ല സ്കെയിലിംഗ് എങ്ങനെയായിരിക്കും, അളക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത് കണ്ടിന്യൂ എന്നാണ്. മീൻസ് ജഡ്ജിങ് ദ സ്കെയിലബിലിറ്റി ഓഫ് ഫിനോമിന അണ്ടർ സ്റ്റഡി. കറക്റ്റ് ആയിട്ട് നമുക്ക് അളക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത് റിലയബിലിറ്റി. നമ്മൾ അളക്കുന്ന കാര്യം എന്തായിരിക്കണം, സുതാര്യമായിരിക്കണം. ദാറ്റ് മീൻസ് കൺസിസ്റ്റൻസി വേണം, ഇടക്കിടക്ക് മാറ്റാൻ പാടില്ല.
ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് കണ്ടിന്യൂസ് ആയിരിക്കണം. കണ്ടിന്യൂസ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ 1 തുടങ്ങിയാൽ 100, 200, 300 അങ്ങനെ പോകണം. അതിന് ഒരു കണ്ടിന്യൂറ്റി വേണം, എവിടെ നിൽക്കാൻ പാടില്ല ആ അളവ്. പറയുന്നത് മനസ്സിലാവുണ്ടല്ലോ. അതാണ് നമ്മൾ പറയുന്നത് സ്കെയിലബിലിറ്റി ഫിനോമിന അണ്ടർ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ജഡ്ജിങ് ദ സ്കെയിലബിലിറ്റി, ദാറ്റ് ഈസ് കാൾഡ് കണ്ടിന്യൂം, തുടർച്ച വേണം എന്നുള്ളത്. ഓക്കെ, ദെൻ റിലയബിലിറ്റി എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി വേണം, റിസൾട്ട് എപ്പോഴും കൺസിസ്റ്റൻസി ആയിരിക്കണം, ദെൻ വാലിഡ് ആയിരിക്കണം എന്ന് പറയുന്നത് കറക്റ്റ് മെഷർമെന്റ് ആണ്. തോന്നുന്ന പോലെ പലപ്പോഴും എന്ത് ചെയ്യണം, മെഷർമെന്റ് എപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, അത് കറക്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നത്. ഇടക്കിടക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ചേഞ്ചസ് വരാൻ പാടില്ല. ഒരേ സാഹചര്യം നമ്മൾ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ പോലും അത് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, മിസ്റ്റേക്ക് വരാൻ പാടില്ല എന്നുള്ളത്. മീൻസ് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പാടില്ല, മാറ്റം വരരുത്. ഓക്കെ, അതുപോലെ പ്രോപ്പർ വെയിറ്റ് നമ്മൾ ഓരോന്നിനും കൊടുക്കുക എന്നുള്ളതാണ്. പ്രോപ്പർ വെയിറ്റേജ് കൊടുക്കുക എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ എ എന്ന് പറയുന്നതിന് 1 അല്ലെ, അല്ലെങ്കിൽ ബി എന്ന് പറയുന്നതിന് 2 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 1 മുതൽ അല്ലെങ്കിൽ 90 മുതൽ 100 വരെയുള്ളത് A+. ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന കേസാണ് ഏതെന്ന് പറയുന്നത്, വെയിറ്റ് കൊടുക്കുക എന്ന് പറയുന്നത്. അതുപോലെ that means to make unit equal sometime addition can be made. ഓക്കെ, നമ്മൾ കൂടുതൽ യൂണിറ്റുകൾ ആഡ് ചെയ്യും, പുതിയ യൂണിറ്റുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂണിറ്റുകൾ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ആ യൂണിറ്റ് എന്ന് പറയുന്നത് ഈക്വലൈസേഷൻ ഉള്ള യൂണിറ്റ് ആയിരിക്കണം. അപ്പൊ നമ്മൾ പറയും 1 കിലോ എന്ന് പറയുന്നതും 1 ലിറ്റർ എന്ന് പറയുമ്പോഴും ഒരുപക്ഷെ നമുക്ക് സെയിം ആയിട്ട് കൂട്ടാൻ പറ്റും. ഓക്കെ, ചില അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കാൽക്കുലേഷൻസ് ഈക്വൽ ആകുന്ന രീതിയിലുള്ള യൂണിറ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അത് kg ആണെങ്കിലും ലിറ്റർ ആണെങ്കിലും എന്ത് തന്നെ ആണെങ്കിലും എന്നുള്ളതാണ്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് ഒരു സ്കെയില്, ശ്രദ്ധിക്കുക, സ്കെയിൽ എന്ന് പറഞ്ഞാൽ അളവ് കോല് അല്ലെ. ഈ അളക്കുന്ന സാധനത്തിന്, ഒരു അളക്കുന്ന സാധനം ആവണമെങ്കിൽ അതിന് എന്ത് വേണം, ഒന്ന് ഡിസ്റ്റൻസ് നോക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇപ്പം 1 മുതൽ 100 വരെയുള്ള ഒന്നിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കണം. എല്ലാത്തിന്റെയും എല്ലാ മെഷർമെന്റ് ഏത് സ്കെയിൽ നമ്മൾ എടുക്കുമ്പോഴും 1 മുതൽ അല്ലെങ്കിൽ 100 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഈക്വൽ ആയിരിക്കണം. അപ്പൊ ആ ഡിസ്റ്റൻസ് എന്ത് ചെയ്യണം, നമുക്ക് കറക്റ്റ് ആയിരിക്കണം, അബ്സല്യൂട്ട് ആയിരിക്കണം. അതിന് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം, കറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റണം, എന്താണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാവണം. അതുപോലെ ഒറിജിൻ എപ്പോഴും എന്തായിരിക്കും, ഒറിജിൻ മീൻസ് തുടക്കം എപ്പോഴും എന്തായിരിക്കണം, ഒരു സ്കെയിലിന്റെ 0 ആവുക എന്നുള്ളതാണ് നല്ലത്. ഓക്കെ, എപ്പോഴും ഒറിജിനൽ ഉണ്ടാവണം, യുണീക്ക് ആയിട്ടുള്ള, ദാറ്റ് മീൻസ് ദ ഒറിജിനൽ മീൻസ് that should be true 0 point ആയിരിക്കണം എന്നർത്ഥം. that should be true 0 point ആയിരിക്കണം. അവിടെ നോക്കുക, ഒറിജിനൽ ക്യാരക്ടർ മീൻസ് the scale as a unique or fixed beginning, or that means or that should be 0 point അല്ലെ, ഫിക്സ്ഡ് ബിഗിനിങ് ഉണ്ടായിരിക്കണം. എപ്പോഴും തുടങ്ങുന്ന അങ്ങനെയാണ്. ഒരു പ്രാവശ്യം തുടങ്ങുമ്പോൾ 10 മുതൽ, ഒരു പ്രാവശ്യം തുടങ്ങുമ്പോൾ 20 മുതൽ, അങ്ങനെ ഒന്നും തുടങ്ങാൻ പാടില്ല. ഒരു സ്കെയിലിന് അങ്ങനെ വരാൻ പാടില്ല എന്നുള്ളതാണ്. ദെൻ ഡിസ്ക്രിപ്ഷൻസ് വേണം. ഇപ്പൊ നമ്മുടെ സെന്റിമീറ്റർ എന്ന് പറയുന്നത് CM അല്ലെ, CM എന്ന് കൊടുക്കുമ്പോൾ അതിന് സെന്റിമീറ്റർ എന്നാണെന്ന് നമുക്ക് മനസ്സിലാവണം അല്ലെ. അതുപോലെ ഒരു സെന്റ് എന്ന് പറയുമ്പോൾ അതിനവിടെ കാണാം. അതുപോലെ മീറ്റർ, M എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മീറ്റർ ആണെന്നുള്ളത് വ്യക്തത നമ്മൾ എന്ത് ചെയ്യണം, സ്കെയിലിൽ കൊടുക്കണം എന്നാ പറയുന്നത്. ആ ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കണം. യുണീക്ക് ലേബൽ ഷുഡ് ബി ദ യൂസ്ഡ് ടു ഡിസൈൻ ഈച്ച് ഓഫ് ദിസ് അല്ലെ. ആൾ സ്കെയിൽ പ്രോസസ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നുണ്ട്, എല്ലാത്തിനും ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവണം. പിന്നെ ഓർഡർ എന്ന് പറയുന്നത്, by order we means the relative space and position of the repository. Order is denoted by the I can say descriptors such as a greater than, less than അല്ലെ. ലെസ് ദാൻ ഇങ്ങനെയാണോ, മോർ ദാൻ ഇങ്ങനെയാണോ, ഈക്വൽ ടു ഇങ്ങനെയാണ് എന്നുള്ളതിനൊക്കെ അത് കൊടുക്കാനും ഇതിനൊക്കെ എന്ത് ചെയ്യണം, ഒരു സെപ്പറേറ്റ് സ്പേസും മറ്റുള്ള കാര്യങ്ങളൊക്കെ എവിടെ ഉണ്ടായിരിക്കണം, നമ്മൾ ഈ പറയുന്ന സ്കെയിൽ. അപ്പൊ പ്രധാനമായിട്ടും ഈ പറയുന്ന 4 പോയിന്റുകൾ ഉണ്ടെങ്കിൽ നമുക്കതിന് നല്ലൊരു സ്കെയിലാണെന്ന് പറയാം, സ്കെയില് ആണ് എന്ന് പറയണം. ഒരു സ്കെയിലിന് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ആണ് ഞാൻ പറഞ്ഞത്. എന്ത്, ഈ പറയുന്ന സ്കെയിലിന് വേണ്ട ഡിസ്റ്റൻസ്, ഒറിജിൻ വേണം, ഡിസ്ക്രിപ്ഷൻ വേണം, അതുപോലെ ഓർഡർ വേണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വരാം. ദെൻ പ്രൈമറി സ്കെയിലിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. അപ്പൊ ഇതാണ് പ്രധാനമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ്, പ്രൈമറി സ്കെയിലിനുള്ള ക്ലാസിഫിക്കേഷൻസ്. നോമിനൽ സ്കെയില്, ഓർഡിനൽ സ്കെയില്, ഇന്റർവൽ സ്കെയില്, റേഷ്യോ സ്കെയില്, ഇങ്ങനെ 4 തരത്തിലുള്ള സ്കെയിലുകളാണുള്ളത്, ടൈപ്പ് ഓഫ് സ്കെയിലാണ്.
ഓക്കെ, ലോവസ്റ്റ് ലെവൽ മെഷർമെന്റും ഹയസ്റ്റ് ലെവൽ മെഷർമെന്റും മാക്സിമം പോവാണെങ്കിൽ റേഷ്യോ. ഓക്കെ, എല്ലാതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ നോമിനൽ സ്കെയിലിൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ 1 മുതൽ ഒരു കോടി വരെയുള്ളതൊക്കെ നമ്മൾ നോമിനൽ സ്കെയിലിൽ പറയാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതുപോലെ ഓർഡിനൽ സ്കെയിലിൽ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ പറയുന്നത് റേഷ്യോ സ്കെയിലില് റേഷ്യോ എന്ന് പറയുന്നത് എങ്ങനെ പറയാം, അത് 10 ലക്ഷം ആണെങ്കിൽ 1 കോടി ആണെങ്കിൽ അത് ഇത്ര ശതമാനമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, എന്ത് ലോവസ്റ്റ് ലെവൽ ഓഫ് മെഷർമെന്റ് ഹയസ്റ്റ് ലെവൽ ഓഫ് മെഷർമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒരു ഓർഡർ ഉണ്ട്, അത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ 4 തരത്തിലുള്ള സ്കെയിലുകളാണ്, പ്രൈമറി സ്കെയിലുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? നോമിനൽ സ്കെയില്, ഓർഡിനൽ സ്കെയില്, ഇന്റർവൽ സ്കെയില്, അതുപോലെ റേഷ്യോ സ്കെയില്. ഇനി നോമിനൽ സ്കെയിലിലേക്ക് വരാം. നോമിനൽ സ്കെയിൽ എന്ന് പറയുന്നത് നമ്പർ അല്ലെങ്കിൽ ലെറ്റർ assigned to an object which serve a label for identification or classification. ഒരു കാര്യം ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒബ്ജക്റ്റിന് നമ്മൾ ഒരു പേര് അല്ലെങ്കിൽ ഒരു നമ്പർ കൊടുക്കുക, ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു നമ്പർ കൊടുക്കുന്ന കേസ് ആണ് എന്തെന്ന് പറയുന്നത്, നോമിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. ഓരോന്നിനും കൊടുക്കണം. നമ്മള് 10 നമ്പർ ഉണ്ടെങ്കിൽ 10 നമ്പറിന്, അല്ലെങ്കിൽ 10 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ 10 ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ, ബാറ്റ് ബോള് അങ്ങനെയുള്ള 10 ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 10 എന്ത് ചെയ്യണം, നമ്മൾ ഇതേപോലെ നെയിമും അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ലെറ്ററും കൊടുക്കണം എന്നർത്ഥം, അല്ലെങ്കിൽ നമ്പറും കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, നമ്പറും ഒബ്ജക്റ്റും തമ്മിൽ. നമ്പർ ഡു നോട്ട് റിഫ്ലക്ട് ദ എമൗണ്ട് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് പൊസസ്ഡ് ബൈ ദ ഒബ്ജക്റ്റ്. ഓക്കെ, നമ്പർ സൂചിപ്പിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. Okay, the only permission characteristics number is a nominal scale in counting എന്നുള്ളതാണ്. only permissible operation on the numbers. അതായത് നോക്കുക, നമ്മൾ ഒരു സ്കെയിലിങ്ങില് വലിയ സ്കെയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറ്റും അല്ലെ, എപ്പോഴും എല്ലാ സ്കെയിലും പറ്റണമെന്നില്ല. അപ്പൊ നമ്മൾ പറയാണ് ഒരു 10 സെന്റിമീറ്റർ ഉള്ളതിൽ എന്ത് ചെയ്യാണ്, 20 എണ്ണം കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൺജക്റ്റഡ് ആയിരിക്കും. അപ്പൊ അതുപോലെ കൊടുക്കരുത് എന്നാ പറയുന്നത്. ഓക്കെ, പെർമിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്പർ ഓഫ് ഇത് നോക്കിയാൽ മതി. ഈ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇതാണ്. നമ്പർ ഓർ ലെറ്റർ അസൈൻ ടു ഒബ്ജക്ട് വിച്ച് ആർ സെർവ് എ ലേബൽ ഫോർ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ എന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു വെക്കാൻ നോമിനൽ സ്കെയിലിംഗിന്റെ കേസിൽ. നെക്സ്റ്റ് ഭാഗത്തേക്ക് വരിക. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതിനുള്ള എക്സാമ്പിൾസ് ആണ്. നോമിനൽ സ്കെയിലിനുള്ള എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. ജെൻഡർ, മാരിറ്റൽ സ്റ്റാറ്റസ് അല്ലെ, ജെൻഡർ എങ്ങനെ കൊടുക്കുക, മെയില് ഫീമെയിൽ എന്നാണ് നമ്മൾ കൊടുക്കുക. മാരിറ്റൽ സ്റ്റാറ്റസ് സിംഗിൾ അല്ലെങ്കിൽ മാരീഡ് എന്ന് കൊടുക്കും, അല്ലെങ്കിൽ അൺമാരീഡ് എന്ന് കൊടുക്കും അല്ലെ. സ്റ്റേറ്റ് ഓഫ് കോൺഫിഡൻസ്, ഓക്കെ, ഗുഡ് കോൺഫിഡൻസ്, ബെറ്റർ, ബെസ്റ്റ് എന്നൊക്കെ കൊടുക്കും. കോളേജ് മേജർ ആണെങ്കിൽ ഓക്കെ, SSN, സിപ്പ് കോഡ്, സ്റ്റുഡൻസ് ID, ഇതൊക്കെ അതിനുള്ള എക്സാമ്പിൾസ് ആണ്. ഓരോ ഡിഫറൻസ് ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്യും, കാറ്റഗറി ഫിക്സ് ചെയ്യും. അപ്പൊ ജെൻഡർ എന്ന് പറയുമ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് പറയും, അത് നോമിനൽ സ്കെയിലാണ്. ജെൻഡർ എങ്ങനെയാണ്, ജെൻഡർ എന്ന് പറയുന്നത് നോമിനൽ സ്കെയിൽ ആണെന്ന് അർത്ഥം. കാരണം അതെങ്ങനെയാ നോക്കുക, ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ എന്നാ കൊടുക്കുക. മാരിറ്റൽ സ്റ്റാറ്റസിൽ എന്താണ്, നമ്മൾ സംഖ്യയാണോ കൊടുക്കുക, അല്ല അക്കങ്ങളല്ല കൊടുക്കുക. എന്താ കൊടുക്കുന്നത്, അതിന് പകരം ഒരു ലെറ്ററോ അല്ലെങ്കിൽ വേർഡാ കൊടുക്കുക. ദാറ്റ് മീൻസ് എന്താ പറയാ, മെയില് ഫീമെയിൽ എന്നാ കൊടുക്കുക. സോറി, മാരിറ്റൽ സ്റ്റാറ്റസിൽ മാരീഡ് അൺമാരീഡ് എന്നാണ് കൊടുക്കുക. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുന്നത് എ റാങ്കിങ് സ്കെയിൽ വിച്ച് എ നമ്പർ അസൈൻഡ് ടു ദ ഒബ്ജക്ട് to indicate the relative extent to which the object possesses some characteristics. റാങ്ക് കൊടുക്കുക, ഓരോന്നിനും റാങ്ക് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അറേഞ്ച് ഒബ്ജക്ട് ആൻഡ് ആൾട്ടർനേറ്റ് അക്കോർഡിംഗ് ടു ദർ മാഗ്നിറ്റ്യൂഡ് ഇൻ ദ ഓർഡേർഡ് റിലേഷൻഷിപ്പ്. ഓരോരുത്തരെയും റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഓർഡർ കൊടുക്കുക. ദാറ്റ് മീൻസ് റാങ്ക് ചെയ്യുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ റേറ്റിംഗ് കരിയർ ഓപ്പർച്യൂണിറ്റി, എക്സലന്റ്, ഗുഡ്, ആവറേജ്, പുവർ. അപ്പൊ ഇതിനൊക്കെ ഓരോ റാങ്ക് കൊടുക്കുക. എക്സലന്റ് ആണെങ്കിൽ 1, ഗുഡ് ആണെങ്കിൽ 2, ആവറേജ് ആണെന്നുണ്ടെങ്കിൽ 3, വെരി പുവർ ആണെന്നുണ്ടെങ്കിൽ 4 എന്നുള്ള ലെവലിൽ എന്ത് ചെയ്യുക, നമ്മൾ റാങ്ക് ഫിക്സ് ചെയ്യുന്ന കേസാണ് ഓരോരുത്തർക്കും. Can determine whether the object has more or less characteristics than some other object, but not how much more or less. എത്ര കൂടുതൽ എത്ര കുറവ് അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അത് നമുക്ക് കറക്റ്റ് കണ്ടെത്താൻ പറ്റില്ല. ഏകദേശം ഒരു മാഗ്നിറ്റ്യൂഡ് വെച്ചിട്ട് നമ്മൾ അളക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ആഡ് ചെയ്യാം. എനി സീരീസ് നമ്പർ ക്യാൻ ബി അസൈൻഡ് ദാറ്റ് പെർവേഴ്സീവ് ഓർഡർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഒബ്ജക്ട്സ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, this is the best one. എക്സാമ്പിൾസ് അടക്കം നോക്കുക. അമേരിക്ക റിസൾട്ട്, ഫസ്റ്റ് പ്ലേസ്, റണ്ണർ അപ്പ്, സെക്കൻഡ്, തേർഡ് നമ്മൾ കൊടുക്കാറില്ല. നമുക്ക് ഡീപ്പായിട്ട് ഞാൻ പറഞ്ഞു തരാം.
ഓക്കെ, നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് കൊടുക്കില്ലേ, റാങ്ക് അല്ലത് ഫസ്റ്റ് കിട്ടിയ ആൾക്ക്. അപ്പൊ അങ്ങനെ കൊടുക്കാം പേരിന് പകരം. അതാണ് ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. അതുപോലെ മിലിറ്ററി റാങ്കുകൾ ഉണ്ട്, മേജർ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അതുപോലെ ലെറ്റർ ഗ്രേഡ് ഇൻ ക്ലാസ്, എ പ്ലസ്, എ, ബി പ്ലസ്, സി പ്ലസ്, നമ്പറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ മാറ്റല്ലേ ചെയ്യുന്നത് അല്ലെ, ഗ്രേഡ് ആക്കി മാറ്റുന്നത്. മാർക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഗ്രേഡ് ആക്കി മാറ്റുന്ന കേസ്. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ചിലയിടത്ത് മാർക്ക് മാത്രമേ, ചിലടത്ത് ഗ്രേഡ് മാത്രമേ ഉള്ളൂ. ഇത്ര മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര ഗ്രേഡ് എന്ന് പറയുന്ന കാറ്റഗറി. മെഡിക്കൽ കൺട്രി, സാറ്റിസ്ഫാക്ടറി, സീരിയസ്, ഗാർഡ്, ക്രിട്ടിക്കൽ. അതുപോലെ തന്നെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് സീരീസ്. ദെൻ ഇന്റർവൽ, 1 മുതൽ 10 വരെ, 10 മുതൽ 20 വരെ, 20 മുതൽ 30 വരെ. ഇങ്ങനെ ന്യൂമറിക്കലി ഈക്വൽ ഡിസ്റ്റൻസ് ഓൺ സ്കെയിൽ റെപ്രസെന്റ് ഈക്വൽ വാല്യൂ ഇൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ബി മെഷേർഡ്. അതായത് രണ്ട് വാല്യൂകൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറൻസ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അളക്കാൻ ഉപയോഗിക്കുന്ന എന്താണ്, ഇതാണ് അല്ലെ. 1 മുതൽ അല്ലെങ്കിൽ എന്താ പറയാ 90 മുതൽ 91 മുതൽ 100 വരെയുള്ളവർക്ക് എ പ്ലസ്. അതുപോലെ തന്നെ എന്താ 81 മുതൽ 90 വരെയുള്ളവർക്ക് എ. ഇങ്ങനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ലേ. സോ ഇന്റർവെലിന്റെ ബേസിസ് ആണ്. ഇറ്റ് കമ്പാരിസൺ ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഇതെന്ന് പറയുന്നത്. ലൊക്കേഷൻ 0 പോയിന്റ് ഇസ് നോട്ട് ഫിക്സ്ഡ്. ലൊക്കേഷൻ ഓഫ് ദ 0 പോയിന്റ് ഇസ് നോട്ട് ഫിക്സ്ഡ്, ബട്ട് 0 പോയിന്റ് ആൻഡ് ദ യൂണിറ്റ്സ് ആർ മെഷറബിൾ ആൻഡ് ആർബിട്രറി. ഇതുണ്ടാവും. 0 പോയിന്റ് തന്നെയാണ് സാധാരണ തുടങ്ങുക എന്ത് ഇന്റർവൽ സ്കെയിൽ എന്ന് പറയുന്നത്. Any positive linear transformation for x is equal to a plus bx will be pursued the presentation scale. Okay, അത് അതിന്റെ ഒരു കാൽക്കുലേഷൻ മാത്രമാണ്. It does not mean take ratio of scale value. It does not meaningful to take ratio of the scale value എന്ന് പറയുന്നുണ്ട്. ഓക്കെ, 1 മുതൽ 10% വരെ, 20% മുതൽ 30% വരെ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ അത് അത്ര കംഫർട്ടബിൾ അല്ല. ഓക്കെ, ഇത്ര മുതൽ ഇത്ര വരെ എന്നുള്ള ഒരു റേഞ്ച് ഇന്റർവൽ എടുക്കുന്നതാണ് നല്ലത്. ഇന്റർവെലിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഉപയോഗിക്കുക. അല്ല റേഷ്യോസിൽ പറഞ്ഞുകൊണ്ട് ഇന്റർവൽ ഉപയോഗിക്കരുത് എന്നും കൂടി പറയുന്നുണ്ട്. സോ ദിസ് വൺ സ്കെയിൽ വിത്ത് വാല്യൂ ദർ ഈസ് എ സെയിം ന്യൂമറിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈച്ച് വാല്യൂ അല്ലെ. ഇപ്പോ 0 മൈനസ് 1 വാല്യൂ എന്താണ് 1 അല്ലെ. 1 to 1, 0 to 1, 1 to 0, 1 to 2, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 1 ആണ് അല്ലെ. അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, എല്ലാ വാല്യൂവും എന്തായിരിക്കും? സെയിം ന്യൂമറിക്കൽ ഡിസ്റ്റൻസ് ആയിരിക്കും എന്ന് പറയുന്നത്. ദിസ് സ്കെയിൽ ആസ് ആൻ ആർബിട്രറി 0 പോയിന്റ്, നോട്ട് ടു മീനിങ്ഫുൾ 0 പോയിന്റ്. 0 പോയിന്റ് ഉണ്ടാവും, 0ക്ക് എന്തുണ്ടാവില്ല, വാല്യൂ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അവിടുന്ന് രണ്ട് സൈഡിലേക്കും പോകുന്നുണ്ട്, മൈനസും വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയാണ് അതിനുള്ള. ഇപ്പൊ കറണ്ട് ടെമ്പറേച്ചർ, ഓക്കെ, ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുമ്പോൾ IQ അളക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാൽക്കുലേഷൻസ് നടത്താൻ ഇന്റർവൽ സ്കെയിൽ ആണ് നല്ലത് എന്നർത്ഥം. അപ്പൊ അതിന്റെ സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതിനെന്താണ് 0 വാല്യൂ ആണുള്ളത്. Then ratios possess all property of the nominal and ordinal and interval. ഇത് വെച്ചിട്ട് ഏത് സാധനം അളക്കാൻ പറ്റും. റേഷ്യോ സ്കെയിൽ വെച്ചിട്ട് എല്ലാം അളക്കാൻ പറ്റും. നോമിനൽ വാല്യൂ ആയിക്കോട്ടെ, നോമിനൽ സ്കെയിൽ ആയിക്കോട്ടെ, ഓർഡിനൽ ആയിക്കോട്ടെ, ഇന്റർവൽ ആയിക്കോട്ടെ, എല്ലാ സ്കെയിലും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റേഷ്യോ സ്കെയില് എല്ലാ സ്കെയിലിലും ഏത് സ്കെയിലിൽ മെഷർ ചെയ്തോട്ടെ അതൊക്കെ നമുക്ക് റേഷ്യോസിൽ പറയാമെന്നർത്ഥം. അബ്സല്യൂട്ട് 0 പോയിന്റ് ഉണ്ടായിരിക്കും. മീനിങ് ടു കമ്പ്യൂട്ട് റേഷ്യോ ഓഫ് സ്കെയിൽ വാല്യൂ ഈസ് മീനിങ്ഫുൾ ടു കമ്പ്യൂട്ട് റേഷ്യോ ഓഫ് സ്കെയിൽ വാല്യൂ. എളുപ്പമാണ് അല്ലെ. ഇത്ര ശതമാനം, 100%, 10% ഡിസ്കൗണ്ട്, 20% ഡിസ്കൗണ്ട്, ഇത്ര ശതമാനം ഫ്ലാറ്റ് എന്നൊക്കെ നമ്മൾ പറയാറല്ലേ. സോ ലൈക്ക് ദാറ്റ് എളുപ്പമാണെന്ന് അർത്ഥം. ഓൾ സച്ച് ടെക്നിക് ക്യാൻ ബി അപ്ലൈഡ് ടു ദ റേഷ്യോ ഡേറ്റ. റേഷ്യോ ഡേറ്റ ഏത് തരത്തിലുള്ള ടെക്നിക്കൽ ഡേറ്റാസ് ആണെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ആണെങ്കിലും അത് നമുക്ക് റേഷ്യോയിൽ പറയാൻ പറ്റും എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. ദിസ് ഇസ് എ ബെറ്റർ വേ. Okay, scale with the score which are the same numerical distance between each score. Okay, numerical distance equal തന്നെ ഇക്കാരം ഇതിന്റെ കേസ് ആണെങ്കിലും അതുപോലെ ട്രൂ ആൻഡ് മീനിങ്ഫുൾ 0 പോയിന്റ് ഉണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞ ഏത് തന്നെ ഇന്റർവൽ എന്ന് പറയുന്ന സംഭവം കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസം എന്താണ് അതിലുള്ള? ഇത്ര ശതമാനം നമുക്ക് കറക്റ്റ് പറയാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഇത് തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം. ഓക്കെ, വെയിറ്റ് ഓഫ് പാക്കേജ് ഓഫ് കാൻഡി അല്ലെ. അതായത് ഇത്ര ശതമാനം കൂട്ടി. ഇപ്പൊ നമ്മൾ മഞ്ചില് 20% കൂട്ടി എന്ന് പറയുന്ന വെയിറ്റിനും ഇതിനും നമ്മൾ കമ്പയർ ചെയ്യല്ലേ. ഇത്ര ശതമാനം വെയിറ്റ് കൂടി കഴിഞ്ഞാൽ ഇത്ര ശതമാനം എക്സ്ട്രാ ഉണ്ട് നമ്മൾ പറയും അല്ലെ. 10% എക്സ്ട്രാ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ.
ഓക്കെ, അപ്പൊ അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം number of time you return to the restaurant after visiting it first time. ഇത്ര തവണ ഞാൻ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഓക്കെ ഇത്ര ശതമാനം, ഓക്കെ ഇത്ര ശതമാനം ഇൻകം കൂടുക, എന്റെ ഇൻകം ഈ വർഷം എത്ര ശതമാനം കൂടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും റേഷ്യോസിലൂടെ. ഓക്കെ, ദിസ് ഈസ് ബെറ്റർ വേ. ഒന്നും കൂടി അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോമിനൽ ആണെങ്കിൽ നമ്പർ അസൈൻ ടു റണ്ണേഴ്സ് അല്ലെ, റണ്ണേഴ്സിന് നമ്പർ അസൈൻ ചെയ്യുമ്പോൾ 7, 8, 3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ നറുക്കെടുപ്പിലൂടെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. അതാണ് എന്തെന്ന് പറയുന്നത് നോമിനൽ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ മതി, ആ നമ്പർ നോക്കിയിട്ട് വാല്യൂ ചെയ്താൽ മതി, ആളെ പേര് നോക്കേണ്ട ആവശ്യമില്ല. ഇതിന് ഓർഡിനൽ റാങ്ക് കൊടുക്കുക, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് പറയുന്നത്. അതിന്റെ റിസൾട്ട് ആണ് റാങ്ക് ഓർഡർ എന്ന് പറയുന്നത്. ഇന്റർവൽ 8.2, 9.1 ഇത് തമ്മിലുള്ള ഇന്റർവൽ എന്ന് പറയുന്ന ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒന്നായിരിക്കും. 0 to 100 സ്കെയിലിന്റെ ഇടയിലുള്ളതാണിത്. അപ്പോൾ എന്ത് ചെയ്യും, 8 മുതൽ 9 വരെയുള്ളതിന്റെ പോയിന്റിൽ 10 പോയിന്റ് ഉണ്ടായിരിക്കും. അപ്പൊ അതാണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെ റേഷ്യോ എന്ന് പറയുന്നത് 12.2%, 14.5% എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഇത്. ദെൻ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നോമിനലും ഓർഡിനലും ക്വാളിറ്റേറ്റീവ് ഡേറ്റ ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ന്യൂമറിക്കൽ കാറ്റഗറി ആണ് എന്നർത്ഥം. നോൺ ന്യൂമറിക്കൽ കാറ്റഗറിയിൽ വരുന്നതാണ് നോമിനൽ സ്കെയിലും ഓർഡിനൽ സ്കെയിലും. എന്നാൽ ഇന്റർവൽ ആൻഡ് റേഷ്യോസ് എന്ന് പറയുന്നത് എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് ആണ്, മെഷറിംഗ് ന്യൂമറിക്കൽ ടേംസ് ആണ്. സോ ദീസ് നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്കലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതാണ്. നോമിനൽ ടൈപ്പ് ഓഫ് സ്കെയിൽ നോമിനൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, കൗണ്ടിങ് ആണ് ചെയ്യുന്നത്. 1, 2, 3 എന്ന് പറഞ്ഞിട്ട് കൗണ്ടിങ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, ഫ്രീക്വൻസി ഇൻ ഈച്ച് കാറ്റഗറി ആണ് നമ്മൾ ഉപയോഗിക്കുക. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ, അതിനുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ മീൻസ് സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ മെഷർ ചെയ്യുന്നത് ഇതാണ്, ഫ്രീക്വൻസി വെച്ചിട്ടാണ് മെഷർ ചെയ്യുക അല്ലെ. ഫ്രീക്വൻസി കണ്ടിട്ടുണ്ടല്ലേ, ഫ്രീക്വൻസി മെഷർമെന്റ് ഇങ്ങനെ ടാലി ചെയ്യും നമ്മൾ, 5 ഇടുമ്പോൾ ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കുന്ന കേസാണ് ടാലി എന്ന് പറയുന്നത്. ഓക്കെ, ഐ വിൽ ഷോ യു ദാറ്റ്. നമ്മൾ ടാലി ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയല്ലേ, ഇങ്ങനെ നമ്മൾ ചെയ്യില്ല, വരച്ചു കൊടുക്കും 1, 3 എന്ന് പറഞ്ഞിട്ട് മാർക്കൊക്കെ എടുക്കുന്ന റണ്ണൊക്കെ നമുക്ക് വാല്യൂ ചെയ്യാൻ ഇതേപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ അതാണ് ഒന്ന് നോമിനലിന്റെ കേസിൽ. ഓർഡിനൽ ആണെങ്കിൽ റാങ്ക്, മീൻ, മീഡിയം, മോഡ്, റേഞ്ച് കണ്ടെത്താൻ വേണ്ടിയിട്ട്. മീൻ, മീഡിയം, മോഡ് അല്ലെ, മോഡ് നമ്മൾ കാണൂലേ, മോഡ്, മീൻ, മീഡിയം, മോഡ് ഒക്കെ നമ്മൾ കാണുന്നത്. പിന്നെ ഇന്റർവൽ കാണാൻ മീൻ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്, വാരിയൻസ്, ഇതൊക്കെയാണ് അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് ആണെന്ന് മനസ്സിലാക്കുക. ന്യൂമറിക്കൽ ഓപ്പറേഷൻസിൽ അതുപോലെ റേഷ്യോസ് ആണെന്നുണ്ടെങ്കിൽ അതും അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻ ആണ്, ജോമെട്രിക് മീന്, കോഎഫിഷ്യന്റ് വാരിയേഷൻ. അപ്പോൾ ഇതും ഒരു റിസർച്ചർക്ക് അറിയണം. ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ആർക്കറിയണം, റിസർച്ചർക്ക് അറിഞ്ഞിരിക്കണം. ഒരു മെഷർമെന്റ് നടത്തുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ കാര്യങ്ങൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ആണ് നമ്മൾ മെഷർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വി ഷുഡ് നോ ഓൾ ഓഫ് ദീസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ എന്നുള്ളതും കൂടി മനസ്സിലാക്കാം. ഇതാണ് ഇതിനെ കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. എന്തായിരുന്നു, ദിസ് വൺ കുറച്ചും കൂടി ഡീപ്പായിട്ട് ഞാൻ പറയുന്നതാണ് അതിനെക്കുറിച്ച്. ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. എക്സാമ്പിൾസ് അടക്കം പറയുന്നുണ്ട്. നോമിനൽ ആണെങ്കിൽ നമ്പർ, അതുപോലെ ഒബ്ജക്റ്റുകൾ, നമ്പേഴ്സ് ഐഡന്റിഫൈ ചെയ്യുക, ക്ലാസിഫിക്കേഷൻസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. എക്സാമ്പിൾസ് എന്താണ്, സോഷ്യൽ സെക്യൂരിറ്റി നോസ്, നമ്പറിംഗ് ഓഫ് ഫുട്ബോൾ പ്ലെയേഴ്സ്, ഇതൊക്കെയാണ് അതിനുള്ള എക്സാമ്പിൾസ്. അതുപോലെ ബ്രാൻഡുകൾക്ക് നമ്പർ കൊടുക്കുക, സ്റ്റോറിന്റെ ടൈപ്സ് കൊടുക്കുക, പെർസെൻറ്റേജ്, മോഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ചൈ സ്ക്വയർ, അതുപോലെ ബിനോമിനൽ ടെസ്റ്റ്, ഇതൊക്കെയാണ് നടത്തേണ്ടത്. ഓർഡിനലിന്റെ കേസ്. ഓക്കെ, ഇതും കൂടി ഒന്ന് നിങ്ങൾ വാല്യൂ ചെയ്താൽ നന്നായിരിക്കും. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള എക്സാമ്പിൾസും മറ്റുള്ള കാര്യങ്ങളും ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഡീപ്പായിട്ട് നോക്കുക. അപ്പൊ എനിവേസ്, താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. നമ്മളിപ്പോ പറഞ്ഞത് സ്കെയിലിങ്ങിന്റെ ക്ലാസിഫിക്കേഷൻസും, എന്താണ് സ്കെയിൽ എന്നുള്ളതും എന്താണ് മെഷർമെന്റ് എന്നുള്ളതുമാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറയേണ്ട കാര്യങ്ങൾ ഇതാണ്. ക്ലാസിഫിക്കേഷൻ ടെക്നിക്സ് ആണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യും.
ഓക്കെ, അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രസന്റ് ചെയ്യാം. അപ്പൊ എന്തായാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം.